പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കോൺക്ലേവ് ഈ 7-ാം തീയതി ആരംഭിക്കും എന്നാണ് വാർത്ത. പക്ഷെ അതിൽ കൂടുതൽ ശ്രദ്ധേയമാക്കി മാറ്റുന്നത് അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള ഒരു കർദിനാൾ. അദ്ദേഹത്തിന് ഏതോ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് എന്നായിരുന്നു വാർത്ത. ഇപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി? ഈ കർദിനാൾ ഇടയ്ക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കുംഭകോണം, കേരളത്തിലൊരു ഭൂമി കുംഭകോണം നേരത്തെ കർദിനാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ഇത് വത്തിക്കാനിൽ തന്നെ വലിയ പദവി, വത്തിക്കാൻ്റെ വിദേശകാര്യ സർവീസിൽ വലിയ പദവി വഹിച്ചിരുന്ന ആളാണ് ജിയോവന്നി ആഞ്ചലോ ബെക്യു. ജിയോവന്നി ആഞ്ചലോ ബെക്യു എന്ന് പറഞ്ഞ കർദിനാൾ ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽപ്പെട്ട് അദ്ദേഹത്തിന് ഈ വിദേശകാര്യ പദവി വത്തിക്കാനിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അതിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്താക്കിയിരുന്നു. പക്ഷെ കർദിനാളായിട്ട് തന്നെ തുടരുന്നുണ്ടായിരുന്നു. വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 5 വർഷം 6 മാസം ശിക്ഷ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കർദിനാൾ പദവിയിൽ നിന്ന് നീക്കിയിരുന്നില്ല. അതാണ്. അപ്പോൾ കർദിനാൾ പദവിയിൽ നിന്ന് നീക്കിയിരുന്നില്ല. 135 കർദിനാൾമാർക്ക് പങ്കെടുക്കുമ്പോൾ ഇയാൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ആ 135 കർദിനാൾമാരിൽ വത്തിക്കാനിലെ പ്രധാനപ്പെട്ട കർദിനാളാണല്ലോ, ആ പദവി മാറിയിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ സമ്മർദ്ദം കൊണ്ടായിരിക്കും ഇദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും ഫ്രാൻസിസ് പാപ്പയുടെ ഇച്ഛ, ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല. അങ്ങനെ കത്തോലിക്ക സമൂഹത്തിന് വലിയൊരു ആശ്വാസം ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഇല്ലേ? തീർച്ചയായിട്ടും. മാർ ആലഞ്ചേരി പോയപ്പോഴും അവർക്ക് ആശ്വാസമൊക്കെ തോന്നി കാണുമായിരിക്കും. ഈ നല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു കേന്ദ്രമാണ് ഇത് എന്ന് വരുന്നത് അവരുടെ വിശ്വാസത്തകർച്ചയ്ക്ക് തന്നെ കാരണമായിത്തീരും. എന്തായാലും അതിലവർക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനാണ് ഇദ്ദേഹം എന്ന് പഴയ പാപ്പ കണ്ടെത്തുകയും അദ്ദേഹത്തെ മാറ്റുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഭൂമി ഇടപാട് ഒരുപാട് ചർച്ച ചെയ്യും. വത്തിക്കാനിൽ തന്നെ ഒരു ഭൂമി കുംഭകോണം, റിയൽ എസ്റ്റേറ്റ് കുംഭകോണം ഉണ്ട് എന്നുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അറിയാതെ പോയത്, ഇല്ല? ശരിയാണ്. അത് നമ്മുടെ സമൂഹത്തിലെ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വാർത്തകളൊക്കെ ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കുമെന്നല്ലാണ്ടേ. അതെ. അപ്പോൾ വത്തിക്കാൻ കോടതി, അതായത് വത്തിക്കാനിൽ കുഴപ്പങ്ങൾ കാണിക്കുന്നവരെ ശിക്ഷിക്കാനായിട്ടൊരു കോടതിയുണ്ട്. വത്തിക്കാൻ കോടതി ആദ്യമായി ശിക്ഷിക്കുന്ന ഒരാളാണ് ഈ ജിയോവന്നി ആഞ്ചലോ ബെക്യു എന്ന് പറഞ്ഞ കർദിനാൾ. അങ്ങനെയും പ്രാധാന്യമുണ്ട്. വത്തിക്കാൻ കോടതി ആദ്യമായി ശിക്ഷിക്കുന്ന ആളാണ്. 5.5 കൊല്ലം ശിക്ഷിച്ചിരുന്നു 2023. റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ബന്ധപ്പെട്ട് പണാപഹരണം നടത്തിയതാണ് കേസ്. അപ്പോൾ മെയ് 7 കോൺക്ലേവിൽ ഈ കർദിനാളും കൂടി ഉണ്ടാവും എന്ന് ഇന്നലെ വരെ വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടായപ്പോൾ കാര്യം മാറി. സംഗതി ഇങ്ങേര് തന്നെ പറഞ്ഞു, ഞാൻ അനുസരിക്കും, ഫ്രാൻസിസ് പാപ്പയുടെ ഇച്ഛ അതായിരിക്കും, പക്ഷേ ഞാൻ നിരപരാധിയാണ് എന്ന് അങ്ങേര് പറഞ്ഞു. ഈ സാർദീനിയ എന്ന് പറയുന്നത് മധ്യധരണ്യാഴിയിലെ ഒരു ഇറ്റാലിയൻ ദ്വീപാണ്. ഈ സാർദീനിയയിൽ നിന്നുള്ള ആളാണ് ഈ കർദിനാൾ. അപ്പോൾ ആ സാർദീനിയയിൽ നിന്ന് ഉള്ള ഒരു പത്രം, ആ പത്രവുമായിട്ട് ഒരാഴ്ച മുമ്പ് ഒരു അഭിമുഖം ഈ കർദിനാൾ നടത്തിയിരുന്നു. ആ അഭിമുഖത്തിൽ ഈ കർദിനാൾ തന്നെ ഈ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, എന്നെ ഒഴിവാക്കാൻ കൃത്യമായ ഒരിച്ഛയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പങ്കെടുക്കുന്നതാണ്, കൃത്യമായ ഇച്ഛയില്ല, രേഖാമൂലം ഞാൻ പങ്കെടുക്കില്ല എന്ന് കൊടുക്കാൻ ആരും അപേക്ഷിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പങ്കെടുക്കും എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളിയെ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എല്ലാ സ്ഥലത്തും ചരടുവലികളാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ വത്തിക്കാൻ മുമ്പേ നിലപാട് സത്യത്തിൽ വ്യക്തമാക്കിയിരുന്നതാണ് ഇയാളുടെ കാര്യത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കുംഭകോണം നടന്നപ്പോൾ ഇയാളുടെ രാജി ആവശ്യപ്പെട്ടതാണ് അവിടുത്തെ വിദേശകാര്യ സർവീസിൽ നിന്ന്, കർദിനാൾ സ്ഥാനത്ത് നിന്നല്ല. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപ കുംഭകോണം ഇയാൾ ഭൂമി ഇടപാടിലൊക്കെ കൊണ്ടുപോയി
പണം നിക്ഷേപിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ കർദിനാൾമാരൊക്കെ ഇങ്ങനെ ഈ പണം നിക്ഷേപത്തിലേക്കും ഈ മാഫിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകുന്നത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമല്ല കേട്ടോ ശരിക്കും. കാരണം ഇവർ ആത്മീയ ലോകത്ത് മാത്രം മനസ്സിൽ കാണുകയും ആത്മീയ ലോകത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതും ഈ പണവുമായിട്ട് എന്താണ് ബന്ധം? പല ആളുകളും അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വ്യാപൃതരാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. മുമ്പ് എനിക്കറിയാവുന്ന കത്തോലിക്ക സഭയല്ല, വേറൊരു സഭയിൽ ഈ അംശവടി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടില്ലേ ഇങ്ങനെ നടക്കുന്നത്? ഈ അംശവടിയുടെ ഉൾഭാഗം പൊള്ളയാക്കിയിട്ട് അതിൻ്റെ അകത്ത് സ്വർണം കടത്തിയ ഒരു മാർപ്പാപ്പ വിമാനത്താവളത്തിൽ വെച്ച് പിടിച്ചപ്പെട്ടപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇടപെട്ട് രക്ഷിച്ച കഥ എനിക്കറിയാം. പിന്നെ അമേരിക്കയിൽ ഒരുപാട് സമ്പത്തൊക്കെയുള്ള, കേരളത്തിൽ തന്നെ വേറെ ഇത്തരം പദവികളിലൊക്കെ ഉള്ള ആളുകളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അപ്പോൾ ഈ കർദിനാൾ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് അവിടെ ഉണ്ട്, വിദേശകാര്യങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പദവിയിൽ നിൽക്കുന്ന ആളാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിലൊക്കെ ചെറുതായിട്ട് ഒരാൾ പരിക്ക് പറ്റി പോകുമ്പോഴല്ലേ വരുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് വലിയ പദവിയാണ്. അതായത് വിദേശകാര്യ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ആ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥത്തിലുള്ള ആളല്ല, ഇതൊരു പദവിയാണ്. വിദേശകാര്യം ഒക്കെ വലുതായിട്ട് നോക്കുന്ന ഒരാളാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ പാപ്പൽ എന്താണെന്നറിയാമോ? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പാപ്പൽ ചീഫ് ഓഫ് സ്റ്റാഫ്. അവിടെ ഉള്ള ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ചീഫാണ് അദ്ദേഹം, മേധാവി. താൻ പോയി ഈ ജോലി എന്നൊക്കെ കർദിനാൾമാരോടും ഒക്കെ ചട്ടം കിട്ടുന്ന തീട്ടൂരമൊക്കെ ഇടുന്ന ആളാണ്. വലിയ പുള്ളിയാണ്. ഫ്ലോർ മാനേജറെ പോലെ എപ്പോഴും മാർപ്പാപ്പയുടെ മുറിയിൽ കയറി ചെല്ലാൻ പറ്റുന്ന ആളാണ്. അങ്ങനത്തെ ആളാണ്. വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. പോപ്പിൻ്റെ മുറിയിൽ ചോദിക്കാതെ തന്നെ നേരിട്ട് കയറാം, മുട്ടാതെ കയറാം. പിന്നെ ഓരോരുത്തരെ വിശുദ്ധരാക്കില്ലേ പല സ്ഥലത്തു നിന്നും അത്ഭുത പ്രവൃത്തികൾ കാണിക്കുന്നവരെയൊക്കെ. ആ വിശുദ്ധരാക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനത്തിൻ്റെ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന സംവിധാനത്തിൻ്റെ മേധാവിയുമായിരുന്നു ഈ കർദിനാൾ ജിയോവാനി ആഞ്ചലോ ബെക്യു. അപ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ്! മാർപ്പാപ്പയുടെ ഒരു വലങ്കൈ പോലെ നിന്നയാളാണ് ഭൂമി കുംഭകോണത്തിൽപ്പെട്ടത്. അപ്പോൾ ആകെ വത്തിക്കാനിൽ തന്നെയായിരുന്നു താമസം. അവിടെ മാർപ്പാപ്പയൊക്കെ താമസിക്കുന്ന അവിടെ തന്നെയായിരുന്നു താമസം. ഇപ്പോൾ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഈ ശിക്ഷിച്ചയിൽ. അങ്ങനെ നിൽക്കുന്ന കർദിനാളാണ് അദ്ദേഹം. അപ്പോൾ ലോകത്ത് 1.54 ബില്യൺ കത്തോലിക്കരാണുള്ളത്. അവരുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാവായി നിന്ന ആളാണ്. കോൺഗ്രിഗേഷൻ ഫോർ ദി കോസസ് ഓഫ് സെയിൻസ് പ്രീഫെക്റ്റ് ആയിരുന്നു അദ്ദേഹം 2018-2020 കാലത്ത്. 2018 ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് ഇയാളെ കർദിനാളാക്കിയത്. ആ പദവി പോകാതെ 2020 സെപ്റ്റംബർ 24 ഈ മറ്റുദ്യോഗങ്ങളിൽ നിന്ന് രാജിവെച്ചു ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ട്. 2021 ജൂലൈയിൽ വത്തിക്കാൻ ജഡ്ജി ഇദ്ദേഹത്തിന് ശിക്ഷിച്ചു. കർദിനാളും 9 പേരും ഉണ്ട് റിയൽ എസ്റ്റേറ്റ് കുംഭകോണത്തിൽ. 9 പേരെയും വിചാരണ നേരിടുന്നു എന്ന് പറഞ്ഞു. അധികാര ദുർവിനിയോഗം, പണാപഹരണം, ഇതൊക്കെയാണ്. 2023 ഡിസംബർ 16 കുറ്റക്കാരനാണെന്ന് വിധിച്ചു. 5 വർഷം 6 മാസം തടവ്, അയോഗ്യത കൽപ്പിച്ചു. 8,000 യൂറോ പിഴ ചുമത്തി ഇയാൾക്ക്. 2001 മുതൽ ആർച്ച് ബിഷപ്പാണ്. 1984 2011 പല ഡിപ്ലോമാറ്റിക് സർവീസ് ഉണ്ടല്ലോ വത്തിക്കാൻ, അതിൽ പല പദവികൾ വഹിച്ചു. പിന്നെ അങ്കോളയിലും ക്യൂബയിലും നൻഷ്യോ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ പ്രതിനിധി, വത്തിക്കാൻ പ്രതിനിധി. ഇവിടെയും ഈ ഭൂമി കുംഭകോണം നടന്നപ്പോൾ ഒരു പ്രോനൻഷ്യോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ വന്നിട്ട് ഈ ആലഞ്ചേരിയെ വിളിച്ചിട്ട് രാജിവെക്കൂ, അതാണ് മാർപ്പാപ്പയുടെ കൽപ്പന എന്ന് പറഞ്ഞതായിട്ട് നൻഷ്യോ പാപ്പൽ പ്രതിനിധി ആണ്. അത് അങ്കോളയിലും ക്യൂബയിലും ഇദ്ദേഹം പ്രതിനിധിയായിരുന്നു. 2011-18 ഈ ഇതിൽ സ്റ്റേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി ഇതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ ആ ആളുകളെയൊക്കെ മേയ്ക്കുന്ന മേധാവി, ചീഫ് ഓഫ് സ്റ്റാഫ് ആയി.
അപ്പോൾ 135 കർദിനാൾമാർ 80 വയസ്സിൽ താഴെയുള്ളവർ ആണ് തീരുമാനിക്കുന്നത് 7-ാം തീയതി. ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെയും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ വരെയുള്ള ആളുകളെ നോക്കൂ. ഇദ്ദേഹം പങ്കെടുത്തില്ല എങ്കിൽ പോലും അദ്ദേഹത്തിനെ അവരെയൊക്കെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒരു ശക്തി പ്രതീക്ഷയുടെ നമുക്ക് അത് പ്രതീക്ഷിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർദിനാൾ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടില്ലല്ലോ. ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു അധികാരം അദ്ദേഹം ഇല്ലേ, ഒരു ദണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. ഇദ്ദേഹം പങ്കെടുക്കുന്ന പോലെയുള്ള സംശയം വന്നിരുന്നല്ലോ. അല്ല, പങ്കെടുക്കാതിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങേർക്ക് പരിചയമുള്ള ആള് പാപ്പയാകണ്ടെന്ന് മറ്റ് കർദിനാൾമാർ തീരുമാനിച്ചു എന്ന് നമുക്ക് കരുതാം. അതെ, അത് ശരിയാണ്, അങ്ങനെ ചെയ്യാം. എന്തായാലും അതും ഒരു കൗതുകരമായ വാർത്തയായി വരാൻ പോവുകയാണ്. ആശ്വാസമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.